പാർട്ട് 1 നിങ്ങൾ കണ്ടല്ലോ. നാട്ടിൽ വന്ന് ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ആണെങ്കിലും രാവിലെ ഇപ്പോൾ നമുക്കങ്ങനെ ഉറക്കം വരത്തില്ല. ഉച്ചയൊക്കെ ആവും ഒന്ന് ഉറങ്ങി വരാൻ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെയാണ് പണി. വന്നു കഴിഞ്ഞാൽ ഉടനെ മുറ്റത്ത് എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ ആയി, വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്തൊക്കെ മുറ്റത്തുണ്ട്, പൂക്കൾ എന്തൊക്കെയുണ്ട്, ഇതെല്ലാം ഒന്ന് ഫുൾ നടന്ന് ഒന്ന് നോക്കും ഞാൻ. അപ്പം അങ്ങനെ നമ്മുടെ ചെറി കുറച്ച് കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2 കുഞ്ഞു കുളങ്ങളുണ്ട്. അതിനകത്ത് പുതിയ ഞാൻ വന്നത് പ്രമാണിച്ച് എന്നെ കാണാൻ വന്ന പോലെ 2-3 ആമ്പലും ഒരു താമരയും എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ചെന്ന ദിവസം. അങ്ങനെ പിന്നെ ഈ ബോഗൻവില്ല എപ്പോഴും പൂത്ത് നിൽക്കുന്നതാണല്ലോ. അതുപോലെ ആ ബോഗൻവില്ലയെ പോലെ തന്നെയാണ് നമ്മുടെ നാരകം. നേരത്തെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിറച്ച് എല്ലാ ദിവസവും നാരങ്ങ ഉണ്ടാവും. പക്ഷെ നമ്മൾ വെള്ളം കുടിക്കുന്നതല്ല, നമുക്ക് ഈ അച്ചാറിടത്തില്ലേ വലിയ നാരങ്ങ, അതാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ കാണാം നിറയെ കാന്താരിയും ഉണ്ടമുളകും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു എല്ലാം പഴുത്ത് നിൽക്കുമായിരുന്നു. അമ്മേനോട് പറിച്ചോളാനും പറഞ്ഞു. അപ്പോൾ എങ്കിൽ പിന്നെ കിട്ടിയ ചാൻസിലെ വീഡിയോയും എടുക്കാം. പിന്നെ അവിടെ നിങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് വന്ന് നമുക്കിങ്ങനെ മരത്തിൽ നിന്നൊക്കെയും ചെടിയിൽ നിന്നൊക്കെ ഓരോന്ന് പറിച്ചൊക്കെ എടുക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ. അത് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ. അപ്പോൾ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ ചെടികളും പൂക്കളും കായ്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ അതൊക്കെ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാനഡയിലാണെങ്കിൽ പോലും ഞാൻ വിളിച്ച് ചോദിക്കും, അമ്മയുടെ അമ്മ പുതുതായിട്ട് എന്തെങ്കിലും വിരിഞ്ഞോ, പുതിയ പോലെ ഫ്രൂട്ട്സ് ഉണ്ടായോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചതായിരുന്നു ആ നമ്മൾ കണ്ട ഒരു മൾബറി ഉണ്ട്, അതുപോലെ തന്നെ ആ ചെറിയൊക്കെ നമ്മളിപ്പോൾ വെച്ചതേ ഉള്ളൂ, കുറച്ച് നാളെ ആയിട്ടുള്ളൂ, പക്ഷെ ഇതൊക്കെ കായ്ച്ചു. പിന്നെ ഇത് വെള്ളക്കാന്താരി. ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ ഈ വെള്ളക്കാന്താരി കണ്ടിട്ടില്ല. ഇത് ശരിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വെള്ളക്കാന്താരി കാണുന്നത്. അവിടെ നിന്ന് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഇതാണ് കൂടുതലുള്ളത് ഇവിടെ. അങ്ങനെ നിറയെ കാന്താരി കണ്ടല്ലേ, കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. നന്നായിട്ട് വളമൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിളവെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം കാഴ്ചകൾ കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.